ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അടർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി പൊളിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞാനിതിലൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇതാ നല്ലപോലെ ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ എല്ലായിടത്തും നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതാ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെയിൽ കുറവാണ്. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വെളുത്തുള്ളി പൊളിച്ചെടുക്കാൻ നല്ല സുഖമാണ് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇതാ ഞാനൊന്ന് പോയി നോക്കിയിട്ട് അപ്പോൾ ആവാത്തോണ്ട് അവിടെ തന്നെ വെച്ച് പോന്ന് വീണ്ടും ഒന്നും കൂടെ പോയി ഒന്ന് കൈ വെച്ചിട്ടൊക്കെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ വെയിൽ കുറവല്ല, പിന്നെ ഒരുപാട് സമയമൊന്നും വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാനത് വെളുത്തുള്ളിയൊക്കെ എടുത്ത് പോന്ന് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാമറമാൻ സ്കൂൾ പോയതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. രണ്ട് കൈ വെച്ചിട്ടും ചെയ്തെടുത്താൽ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടും. പക്ഷെ നല്ല വെയിൽ വേണം. എനിക്ക് വെയിലില്ലാത്തത് കൊണ്ട് കുറേശ്ശൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ പൊളിഞ്ഞു വന്നിട്ടുള്ളൂ കേട്ടോ. നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ തന്നെ പൊളിക്കാതെ തന്നെ ഏറെക്കുറെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ എനിക്ക് ഇത്രയൊക്കെ കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയത്. ബാക്കിയൊക്കെ പൊളിച്ചെടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നത് എൻ്റെ ഉപ്പയാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടോ. എന്നിട്ട് ഇതാ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടി ചൂടായതിന് ശേഷം. ഇതിൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ കേകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ തന്നെ കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ അതിലേക്കുള്ള പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് ചടപടയെന്ന് പറഞ്ഞ് പൊട്ടുന്നുണ്ട് കേട്ടോ. കടുക് ഫുള്ളായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ പച്ചമുളകും ഇഞ്ചിയൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ കേകി വെച്ച വെളുത്തുള്ളിയും കൂടെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പച്ചമുളകും ഇഞ്ചും ചെയ്തതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് അതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉള്ളിയൊക്കെ ഇവിടെ നല്ല പോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അച്ചാർ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാർ പൗഡറും കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് എടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർത്താൽ അച്ചാറിന് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ല ഞാൻ പൊടികളൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അച്ചാർ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കുക, അതായത് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. സുർക്കൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉപ്പച്ചിൻ്റെ വെളുത്തുള്ളി അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.